വൺസ് യു ഫൈനലൈസ് അബൌട്ട് ദ ബിൽഡിംഗ്, എന്ത് ബിൽഡിംഗ് ആണെങ്കിലും അപ്പോൾ അതിൻ്റെ പെർമിറ്റിലേക്ക് പോകണം. മുനിസിപ്പൽ പെർമിറ്റ് എടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ സൈസ് അനുസരിച്ചും കാറ്റഗറി അനുസരിച്ചും പലതരത്തിലുള്ള പെർമിറ്റ്സ് വേണ്ടി വരും. കാരണം STPയുടെ, അതായത് PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പെർമിറ്റ് വേണം. ഏവിയേഷൻ്റെ, എയർപോർട്ട് അത് അടുത്തുള്ളതാണെങ്കിൽ ഏവിയേഷൻ എയർപോർട്ടിൻ്റെ ക്ലിയറൻസ് വേണം. ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിയറൻസ് വേണം. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ MOFൻ്റെ ക്ലിയർ വേണം. ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് വേണം. ആൻഡ് ഇപ്പോൾ ഒരു കടലിൻ്റെ തീരത്ത് അല്ലെങ്കിൽ കായലിൻ്റെ തീരത്ത് അല്ലെങ്കിൽ പുഴയുടെ തീരത്താണെങ്കിൽ ചിലപ്പോൾ CRS, കോസ്റ്റൽ റെഗുലേറ്ററി അതോറിറ്റിയുടെ ക്ലിയറൻസ് വേണം. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് മുനിസിപ്പാലിറ്റി പോയിട്ട് ഒരു ബിൽഡിംഗ് പെർമിറ്റായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. വൺസ് യു ആർ റെഡി വിത്ത് ദ ബിൽഡിംഗ് പെർമിറ്റ്, ദെൻ ഇപ്പോൾ അത് വിൽക്കാനുള്ള ബിൽഡിംഗ് ആണെങ്കിൽ, അത് അഡ്വർടൈസ് ചെയ്ത് വിൽക്കാനായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്, വില്ലാസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസസ് ആണെങ്കിൽ യു നീഡ് ടു റീറയിൽ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് യു നീഡ് ടു ഗെറ്റ് ദ ബിൽഡിംഗ് റീറയുടെ നമ്പറും വച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അഡ്വർടൈസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.